നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. അക്ഷയ തൃതീയയുടെ പുണ്യം നുകരാൻ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ആയിരങ്ങളെത്തി. ക്ഷേത്രത്തിൽ പൂജിച്ച ഗുരുവായൂരപ്പന്റെ സ്വർണ്ണ ലോക്കറ്റ് വാങ്ങാനും ഭക്തരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. വൈശാഖ മാസത്തിലെ പുണ്യമായ അക്ഷയ തൃതീയ ദിനത്തിൽ കഴകക്കാരുടെ വകയായാണ് ചുറ്റുവിളക്കാഘോഷം. ശ്രീലകത്ത് നെയ്വിളക്ക്, നിറമാല, മേളത്തോടെ കാഴ്ചശീവേലി എന്നിവ പ്രത്യേകതയാണ്. രാവിലെ നടന്ന കാഴ്ചശീവേലിക്ക് സന്തോഷ് മാരാരുടെ നേതൃത്വത്തിൽ മേളം അകമ്പടിയായി. ഉച്ചയ്ക്ക് ഗുരുവായൂർ ശശി മാരാരുടെ നേതൃത്വത്തിൽ മേളം അരങ്ങേറി. വൈകിട്ട് കടാമ്പുഴ അനിരുദ്ധന്റെ തായമ്പകയും രാത്രി വിളക്കെഴുന്നള്ളിപ്പിന് ഇടയ്ക്ക നാഗസ്വര പ്രദക്ഷിണവുമാണ്. ലോക്കറ്റുകൾ വാങ്ങുന്ന ഭക്തർക്കായി ദേവസ്വം പ്രത്യേക ക്രമീകരണങ്ങളാണ് ഒരുക്കിയത്. ഗുരുവായൂരപ്പന്റെ മുദ്ര ആലേഖനം ചെയ്ത് പൂജിച്ച 2, 3, 5, 10 ഗ്രാം സ്വർണ്ണ ലോക്കറ്റും വെള്ളിയുടെ 5 ഗ്രാം ലോക്കറ്റുമാണ് പ്രത്യേക കൗണ്ടറുകൾ വഴി വിതരണം ചെയ്യുന്നത്. മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ തിരുനാൾ ആഘോഷം ഭക്തിനിർഭരം. തിരുനാൾ ആഘോഷങ്ങളുടെ ഭാഗമായി വനമാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ നടന്ന ചടങ്ങുകളിൽ പങ്കെടുത്തത് ആയിരങ്ങൾ. ജില്ലയിലെ പ്രധാന മരിയൻ തീർത്ഥാടന കേന്ദ്രമായ മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ 88ാം പ്രതിഷ്ഠാ തിരുനാൾ ആഘോഷത്തിന് വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്ക് പാലക്കാട് രൂപതാ ബിഷപ്പ് എമിരിറ്റസ് മാർ ജേക്കബ് മനത്തോടത്തിന്റെ കാർമ്മികത്വത്തിൽ നടന്ന ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന എന്നീ തിരുകർമ്മങ്ങളോടെയാണ് തുടക്കമായത്. ശനിയാഴ്ച രാവിലെ 6 മണിക്കുള്ള ദിവ്യബലിക്ക് ശേഷം കുടുംബ കൂട്ടായ്മകളിലേക്കുള്ള കിരീടം എഴുന്നള്ളിപ്പുകൾക്ക് തുടക്കമായി. വൈകിട്ട് 5-ന് രാമനാഥപുരം രൂപതാ ബിഷപ്പ് മാർ പോൾ ആലപ്പാട്ടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കിരീട സമർപ്പണത്തിനും നേർച്ചകൂട്ടിന്റെ ആശീർവാദത്തിനും ശേഷം ദിവ്യബലി അർപ്പണവും ഉണ്ടായി. രാത്രി 10 മണി മുതൽ കുടുംബ കൂട്ടായ്മകളിൽ നിന്നുള്ള കിരീടം എഴുന്നള്ളിപ്പുകൾ തീർത്ഥകേന്ദ്രത്തിലെത്തി സമാപിച്ചു. തുടർന്ന് തേര് മത്സരവും ബാൻഡുവാദ്യ മത്സരവും അരങ്ങേറി. ഞായറാഴ്ച തിരുനാൾ ദിനത്തിൽ രാവിലെ 5:30-നും 7 മണിക്കും 8:30-നും ദിവ്യബലികൾ നടന്നു. രാവിലെ 10:30-ന് നടന്ന ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ വിനിൽ കുരിശുതറ മുഖ്യ കാർമ്മികനായി. ഡോക്ടർ ഫ്രാൻസിസ് എലുവത്തിങ്കൽ തിരുനാൾ സന്ദേശം നൽകി. ഫാദർ സ്റ്റീഫൻ അറക്കൽ സഹകാർമ്മികനായി. വൈകിട്ട് 6 മണിക്ക് ഇടവകപ്പള്ളിയിൽ ഇറ്റാനഗർ ബിഷപ്പ് മാർ ബെന്നി വർഗീസ് ഇടത്തട്ടിൽ കാർമ്മികത്വം വഹിക്കുന്ന ദിവ്യബലിയും തുടർന്ന് തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ആഘോഷമായ കിരീടം എഴുന്നള്ളിപ്പും ആരംഭിക്കും. രാത്രി 9 മണിയോടെ കിരീടം എഴുന്നള്ളിപ്പ് തീർത്ഥകേന്ദ്രത്തിലെത്തി സമാപിക്കും. തുടർന്ന് വർണ്ണമഴ, മെഗാ ബാൻഡ് മേളം എന്നിവ അരങ്ങേറും. തിങ്കളാഴ്ച രാവിലെ 7 മണിക്ക് തീർത്ഥാടന കേന്ദ്രത്തിൽ ജലന്ധർ രൂപതാ ബിഷപ്പ് എമിരിറ്റിസ് മാർ ഫ്രാങ്കോ മുളയ്ക്കലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ റാസ കുർബാനയും സമർപ്പിത സംഗമവും നടക്കും. വൈകിട്ട് 7-ന് നാടക അവതരണമുണ്ടാകും. ചൊവ്വാഴ്ച പ്രവാസി കൂട്ടായ്മയുടെയും തിരുനാൾ കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സെലിബ്രിറ്റി ഗാനമേളയുണ്ടാകും. തിരുനാൾ ആഘോഷത്തിന് വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ, സഹവികാരി ഫാദർ ജിയോ വേലുക്കാരൻ, കൈക്കാരൻ ഷാജ് കെ സൈമൺ, CK ജോയ്, MJ ജോഷി, CT സ്പാർട്ടക്സ് ജനറൽ കൺവീനർ സെബി തോമസ് എന്നിവർ നേതൃത്വം നൽകും. കേരള ലളിതകലാ അക്കാദമിയും ഗ്രാമകം നാടകോത്സവം സംഘാടക സമിതിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ചിത്രകലാ ക്യാമ്പ് ആരംഭിച്ചു. ഗ്രാമകം നാടകോത്സവ വേദിയായ വേലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലാണ് ചിത്രകലാ ക്യാമ്പ് നടക്കുന്നത്. കേരള ലളിതകലാ അക്കാദമി സെക്രട്ടറി ഇൻചാർജ് രാജി ആർ പിള്ള ഉദ്ഘാടനം ചെയ്തു. പ്രോഗ്രാം കമ്മിറ്റി വൈസ് ചെയർപേഴ്സൺ ശശി അത്താണിക്കൽ അധ്യക്ഷനായി. പ്രോഗ്രാം കമ്മിറ്റി ജോയിന്റ് കൺവീനർ ജ്യോതിരാജ് മായമ്പിള്ളി സ്വാഗതവും പ്രചരണ കമ്മിറ്റി ചെയർപേഴ്സൺ KK മോഹനൻ നന്ദിയും പറഞ്ഞു. നാടകോത്സവ സംഘാടക സമിതി ചെയർപേഴ്സൺ P കൃഷ്ണദാസ്, ജനറൽ കൺവീനർ AN സോമനാഥൻ, വിവിധ കമ്മിറ്റി ഭാരവാഹികളായ VV സുധീഷ്, KK രാജൻ, ജഗനിവാസ് വേലൂർ, AP പ്രവീൺകുമാർ, പ്രബലൻ വേലൂർ തുടങ്ങിയവർ പങ്കെടുത്തു. ഗ്രാമകം നാടകോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന ചിത്രകലാ ക്യാമ്പിൽ 11 ചിത്രകാരന്മാരാണ് പങ്കെടുക്കുന്നത്. ക്യാമ്പ് 22-ന് സമാപിക്കും. വേലൂർ ഗ്രാമകം നാടകോത്സവത്തിന്റെ 2ാം ദിനമായ ഞായറാഴ്ച നാടക പ്രവർത്തകൻ വിജേഷ് അനുസ്മരണം നടക്കും. വൈകിട്ട് 6:30-ന് നടക്കുന്ന അനുസ്മരണ ചടങ്ങിൽ വിജേഷ് പാട്ടോർമ്മകൾ, വർത്തമാനങ്ങൾ, നാടകസ്മരണകൾ എന്നിവയ്ക്ക് പ്രശസ്ത കവി ശോഭിൻ മഴവീട്, പ്രശസ്ത സിനിമാ നാടക പ്രവർത്തക കബനി സൈറ എന്നിവർ നേതൃത്വം വഹിക്കും. ഗ്രാമകം നാടകോത്സവം സംഘാടക സമിതി ജോയിന്റ് കൺവീനർ പ്രബലൻ വേലൂർ അധ്യക്ഷനാകും. റിസപ്ഷൻ കമ്മിറ്റി കൺവീനർ അനിൽ നമ്പീശൻ, സോഷ്യൽ മീഡിയ കമ്മിറ്റി ചെയർപേഴ്സൺ ജ്യോത്സന വിജിൽ എന്നിവരും പങ്കെടുക്കും. വൈകിട്ട് 7-ന് ഇഫ് ക്രിയേഷൻസ് കൾച്ചറൽ ഓർഗനൈസേഷൻ വേലൂർ അവതരിപ്പിക്കുന്ന പെരുമാട്ടിക്കുലം നാടകം അരങ്ങേറും. ആർത്താറ്റ് ഹോളിക്രോസ് ദേവാലയത്തിലെ മാർത്തോമ തീർത്ഥകേന്ദ്രത്തിൽ 8ാമിട ആഘോഷത്തോടെ പുതുഞായർ തിരുനാൾ സമാപിച്ചു. രാവിലെ 6 മണിക്കും 9:30-നും
വിശുദ്ധ കുർബാനകൾ ഉണ്ടായിരുന്നു. 9:30 നടന്ന ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ഷിജോ മാപ്രാണത്തുകാരൻ നേതൃത്വം നൽകി. വിശുദ്ധ കുർബാനയ്ക്കു ശേഷം വികാരിയും തിരുനാൾ ജനറൽ കൺവീനറും ചേർന്ന് തിരുനാൾ കൊടിയിറക്കി. ഫാൻസി വെടിക്കെട്ടും ഉണ്ടായിരുന്നു. തിരുനാൾ എട്ടാമിടം ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ ഷിജോ മാപ്രാണത്തുകാരൻ, തിരുനാൾ ജനറൽ കൺവീനർ ഷൈജു ആളൂർ, കൈക്കാരന്മാരായ തോമസ് ചുങ്കത്ത്, ഷാബു ചിറ്റിലപ്പിള്ളി, ചാർലി ചിരിയങ്കണ്ടത്ത് എന്നിവർ നേതൃത്വം നൽകി. മണ്ണലാംകുന്ന് GFUP സ്കൂളിൽ വോളിബോൾ കോർട്ടിന്റെയും വോളിബോൾ ക്യാമ്പിന്റെയും ഉദ്ഘാടനം പുന്നയൂർ പഞ്ചായത്ത് അംഗം TA ഐഷ നിർവഹിച്ചു. PTA പ്രസിഡന്റ് അസീസ് മണ്ണലാംകുന്ന് അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് AEO VB സിന്ധു മുഖ്യ അതിഥിയായി. വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി ഒരു സ്കൂൾ ഒരു ഗെയിം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വോളിബോൾ കോർട്ട് അനുവദിച്ചത്. ഒരു സ്കൂളിൽ ഒരു കായിക ഇനം പരിശീലിപ്പിക്കുന്നതിനു വേണ്ടി സാമ്പത്തിക സഹായം അനുവദിക്കുന്നതാണ് പദ്ധതി. ജില്ലയിൽ 2 സ്കൂളുകൾക്കാണ് പ്രസ്തുത പദ്ധതി ലഭിച്ചിട്ടുള്ളത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടക്കുന്ന വോളിബോൾ ക്യാമ്പിന് സ്കൂൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ട്രെയിനർ റഫീൽ മാസ്റ്റർ നേതൃത്വം നൽകി. OSA പ്രസിഡന്റ് KK ഷുക്കൂർ, CRC കോർഡിനേറ്റർ ജ്യോത്സന, SMC ചെയർപേഴ്സൺ റസിയ ഫിറോസ്, MPTA പ്രസിഡന്റ് ഷാമില റൌഫ്, SMC വൈസ് ചെയർമാൻ VH റബിയത്ത്, KA നവാസ്, NB നവാസ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാനാധ്യാപിക സുനിത മേപ്പുറത്ത് സ്വാഗതവും സിനാൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. പുന്നയൂർകുളം ആറ്റുപുറം സെന്റ് ആന്റണീസ് പള്ളിയിലെ തിരുനാളാഘോഷത്തോടനുബന്ധിച്ച് അമ്പവള എഴുന്നള്ളിപ്പും ബാൻഡ് സെറ്റുകളുടെ കലാപ്രകടനവും നടത്തി. ശനിയാഴ്ച രാവിലെ 7 മണിക്ക് ദിവ്യബലി, കൂടുതുറക്കൽ, തിരുസ്വരൂപം എഴുന്നള്ളിച്ചു വയ്ക്കൽ, തുടർന്ന് യൂണിറ്റുകളിലേക്ക് അമ്പവള എഴുന്നള്ളിപ്പ് എന്നിവ നടത്തി. വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ഇഗ്നേഷ്യസ് നന്ദിക്കര മുഖ്യ കാർമ്മികത്വം വഹിച്ചു. രാത്രി യൂണിറ്റുകളുടെ എഴുന്നള്ളിപ്പുകൾ പള്ളിയിലെത്തി സമാപിച്ചു. തുടർന്ന് ബാൻഡ് വാദ്യ സംഗമവും വർണ്ണമഴയുമുണ്ടായി. വികാരി ഫാദർ റിജോ വിധേയത്തിൽ, ഡീക്കൻ പ്രിൻസ് കിളിയമ്പ്രായിൽ, ട്രസ്റ്റിമാരായ ജേക്കബ് ചൊവ്വലൂർ, ബോസ് ചൊവ്വലൂർ, ജോഷി മുട്ടത്ത്, ജനറൽ കൺവീനർ PJ റാഫേൽ, പബ്ലിസിറ്റി കൺവീനർ വർഗീസ് കൊമ്പൻ, ഇടവക സെക്രട്ടറി KJ ജിജോ, കേന്ദ്രസമിതി കൺവീനർ PE ആൻഡോ, പ്രോഗ്രാം കൺവീനർ MJ ജോഷി, ജോയിന്റ് കൺവീനർ PT ആന്റണി, വിവിധ യൂണിറ്റ് പ്രസിഡന്റുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. പഴഞ്ഞി സെന്റ് മേരീസ് കത്തീഡ്രലിൽ പാമ്പാടി തിരുമേനിയുടെ 61ാം ഓർമ്മ പെരുന്നാൾ ആചരിച്ചു. പാമ്പാടി ദയറ മാനേജർ ഫാദർ മാത്യൂസ് എബ്രഹാം രണ്ടാമത്തെ വിശുദ്ധ കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വികാരി ഫാദർ ജോൺ ഐസക്, സഹവികാരി ഫാദർ ആന്റണി പൗലോസ് എന്നിവർ സഹകാർമ്മികരായി. ട്രസ്റ്റി സാംസൺ പുലിക്കോട്ടിൽ, സെക്രട്ടറി ജെയ്സൺ ചീരൻ, CV രാജൻ, PU ജേക്കബ്, എൽദോ, CV ഷാജൻ എന്നിവരും നേതൃത്വം നൽകി. തുടർന്ന് നേർച്ച വിളമ്പും നടത്തി. സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ കിഴൂർ യൂണിറ്റിന്റെ 11ാം വാർഷിക കൺവെൻഷൻ നടന്നു. കിഴൂർ പകൽ വീട്ടിൽ നടന്ന കൺവെൻഷൻ കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സെക്രട്ടറി PP ബാലൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി BC പത്മരാജൻ, വൈസ് പ്രസിഡന്റ് ദേവദാസ്, നഗരസഭാ വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, 3ാം വാർഡ് കൗൺസിലർ രേഷ്മ സുനിൽ, കുന്നംകുളം അർബൻ ബാങ്ക് പ്രസിഡന്റ് KA അസീസ് എന്നിവർ സംസാരിച്ചു. ചാലിശ്ശേരി പട്ടിശ്ശേരി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഒരാഴ്ചയായി നടന്നുവന്നിരുന്ന നാരായണീയ സപ്താഹ യജ്ഞത്തിന്റെ സമാപനവും കഥകളിയും നടന്നു. സപ്താഹ സമാപന ദിനത്തിൽ രാവിലെ ക്ഷേത്രത്തിൽ ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ എന്നിവ നടന്നു. ഉച്ചയ്ക്ക് യജ്ഞാചാര്യൻ തോട്ടം നീലകണ്ഠൻ നമ്പൂതിരിയും ഉപാചാര്യൻ മുതുവറ ദിവാകരൻ നമ്പൂതിരിയും ഭക്തജനങ്ങൾക്ക് സപ്താഹ മണ്ഡപത്തിൽ വെച്ച് പ്രസാദം നൽകിയതോടെ സപ്താഹത്തിന് സമാപനമായി. സമാപന ദിവസം ഉച്ചയ്ക്ക് ശേഷം കുട്ടികളുടെ നൃത്തങ്ങൾ, കൃഷ്ണകൃപ സംഘത്തിന്റെ തിരുവാതിരക്കളി എന്നിവയും, ദീപാരാധനയ്ക്ക് ശേഷം സാംസ്കാരിക സന്ധ്യയ്ക്ക് ടീം രസാനന്ദയുടെ കലാനിലയം ഡോക്ടർ പാഴൂർ ദാമോദരൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ രുക്മാംഗത ചരിതം കഥകളിയും അരങ്ങേറി. രുക്മാംഗതനായി കലാനിലയം ഡോക്ടർ പാഴൂർ ദാമോദരൻ നമ്പൂതിരി, മോഹിനി കലാമണ്ഡലം വൈവസ്വതമനു,
ബ്രാഹ്മണർ കലാമണ്ഡലം ആദിത്യൻ, കലാമണ്ഡലം അഭിഷേക്, ധർമാഗതൻ കുമാരി എസ് ഭദ്ര, വിഷ്ണു മാസ്റ്റർ ആര്യൻ എന്നിവരാണ് വേഷമിട്ടത്. പാട്ട് വിശ്വാസ്, ഹരിശങ്കർ കണ്ണമംഗലം, ചെണ്ട നിതിൻ കൃഷ്ണ, മദ്ദളം പ്രശാന്ത്, ചുട്ടി വൈശാഖ്, ശ്യാം മനോഹർ ആൻഡ് ടീം, കോപ്പ് രംഗപൂജ ഇരിങ്ങാലക്കുട എന്നിവരായിരുന്നു അണിയറ ശില്പികൾ. സപ്താഹം തുടങ്ങിയതു മുതൽ 7 ദിവസവും ക്ഷേത്രത്തിൽ പങ്കെടുത്തവർക്ക് വാതാലയൻ ട്രസ്റ്റിന്റെ വക പ്രഭാത ഭക്ഷണവും ഭക്തജനങ്ങളുടെയും അഭ്യുദയകാംക്ഷികളുടെയും വകയായി ഉച്ചയ്ക്ക് പ്രസാദകൂട്ടും വൈകിട്ട് ചായയും നൽകിയിരുന്നു. വേലൂർ കുറൂരമ്മ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വൈശാഖമാസ മഹോത്സവം ആരംഭിച്ചു. ഏപ്രിൽ 18 മുതൽ മെയ് 16 വരെയാണ് വൈശാഖമാസ മഹോത്സവം നടക്കുന്നത്. മേടമാസത്തിലെ അമാവാസി മുതൽ അടുത്ത അമാവാസി വരെയുള്ള വിശാഖം നക്ഷത്രവും പൗർണമിയും ചേരുന്ന വൈശാഖമാസമാണ് ക്ഷേത്രത്തിൽ ആഘോഷിക്കുന്നത്. ആഘോഷങ്ങളുടെ ഭാഗമായി സമ്പൂർണ്ണ നാരായണീയം, ഭാഗവത സപ്താഹം, കൃഷ്ണനാട്ടം, ആധ്യാത്മിക പ്രഭാഷണങ്ങൾ, നൃത്തനൃത്യങ്ങൾ, കൈകൊട്ടിക്കളികൾ, ഭജൻസ്, കൃഷ്ണാർച്ചന, അഷ്ടപതി, സംഗീതാർച്ചന, ക്ലാസിക്കൽ തിരുവാതിര, ഭക്തിഗാന, നൃത്തസന്ധ്യ, ഭജനാമൃതം എന്നിവയാണ് നടക്കുക. പ്രസിദ്ധമായ വെങ്ങലശ്ശേരി ഏകാദശി ഏപ്രിൽ 27 ആഘോഷിക്കും. ക്ഷേത്രത്തിലെ 23ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം മെയ് 10 മുതൽ 17 വരെ നടക്കും. ചരമം. മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകൻ കാട്ടകമ്പാൽ വെള്ളിയാട്ടിൽ സുബ്രു നിര്യാതനായി. 87 വയസ്സായിരുന്നു. സംസ്കാരം പഴഞ്ഞി ഐനൂർ ക്രിമിറ്റോറിയത്തിൽ നടത്തി. സരോജിനിയാണ് ഭാര്യ. ഷൺമുഖൻ, സുനന്ദ, പ്രേമ, രമ എന്നിവർ മക്കളാണ്. കൊങ്ങണൂർ പെരുമനത്ത് വീട്ടിൽ വേണുഗോപാൽ നിര്യാതനായി. 84 വയസ്സായിരുന്നു. സംസ്കാരം പോർക്കുളം പഞ്ചായത്ത് വാതക ശ്മശാനത്തിൽ നടത്തി. പരേതയായ രാധ ഭാര്യയും യമുന റാണി, രാജേഷ്, രാജി, പത്മരാജൻ എന്നിവർ മക്കളുമാണ്. പഴഞ്ഞി അരുവായി ചെറുവത്തൂർ പരേതനായ ചെറുകുട്ടിയുടെ മകൾ ബേബി സരോജിനി നിര്യാതയായി. 88 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 പഴഞ്ഞി ഷാരോൺ ചർച്ച് മൂലേപ്പാട് സെമിത്തേരിയിൽ നടത്തും. അവിവാഹിതയാണ്. പരേതരായ സൈമൺ, ചിന്നമ്മ എന്നിവർ സഹോദരങ്ങളാണ്. കാട്ടകമ്പാൽ കാഞ്ഞിരത്തിങ്കൽ മേക്കാട്ടുകുളം പരേതനായ ഈയുകുട്ടിയുടെ മകൻ ജെയിംസ് നിര്യാതനായി. 78 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ പള്ളി സെമിത്തേരിയിൽ നടത്തും. പരേതയായ ജെസ്സിയാണ് ഭാര്യ. ജയമോൻ, ജയേഷ്, ജെറീഷ് എന്നിവർ മക്കളാണ്. കല്ലുംപുറം പുലിക്കോട്ടിൽ ജോൺ ഭാര്യ ബീന ജോൺ നിര്യാതയായി. 69 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 10 കല്ലുംപുറം MIS സെന്റ് ജോർജ് പള്ളി സെമിത്തേരിയിൽ നടത്തും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.